ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇ വിയും പെട്രോൾ വെഹിക്കിളും തമ്മിലുള്ള താരതമ്യമാണ്. ഇതിൽ ഏറ്റവും മികച്ചത് ഏതാണ്? നമ്മൾ താരതമ്യം ചെയ്യുന്നത് ടാറ്റ നെക്സോൺ ഇ വിയെയും അതിൻ്റെ പെട്രോൾ സഹോദരനെയുമാണ്. ഒരേ സ്റ്റൈൽ, ഒരേ സുരക്ഷ, പക്ഷേ ഹൃദയം തീർത്തും വ്യത്യസ്തം. ആദ്യം വിലയെക്കുറിച്ച് സംസാരിക്കാം. ഇ വിക്ക് തുടക്കത്തിൽ വില കൂടുതലാണ്, പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇതാണ് ആ ട്വിസ്റ്റ്. ഒരു പെട്രോൾ കാറിന് കിലോമീറ്ററിന് 5 മുതൽ 6 രൂപ വരെ ചിലവ് വരും. ഇ വിക്കോ ഞെട്ടിക്കുന്ന 3 മുതൽ 2 രൂപ വരെ മാത്രം. അതേപോലെ തന്നെ ഇ വിയുടെ മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്. ഓയിൽ മാറ്റേണ്ട, ചലിക്കുന്ന ഭാഗങ്ങൾ കുറവാണ്, അവിടെയും ലാഭം ഉറപ്പ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം എടുക്കാം. ഇ വി നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ടുള്ള സൈലൻസ് ടോർക്ക് തരും. വേഗതയിൽ 0 മുതൽ 100 വരെ വളരെ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ടെത്താം. നഗരത്തിലാകട്ടെ സുഖകരമായ ഡ്രൈവിങ്ങും. പക്ഷേ നീണ്ട യാത്രകളിൽ പെട്രോളിനാണ് മുൻതൂക്കം. കാരണം 5 മിനിറ്റ് കൊണ്ട് പെട്രോൾ വാഹനങ്ങൾ ഫുൾ ടാങ്ക് അടിക്കാൻ സാധിക്കും. പക്ഷേ ഇ വി ചാർജിങ് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. ഇനി ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്രോൾ പതിപ്പിനാണ് സാധാരണയായി അല്പം കൂടുതൽ ബൂട്ട് സ്പേസ് ലഭിക്കുന്നത്. നിങ്ങളുടെ ഡ്രൈവിങ്ങിൻ്റെ 80% നഗരത്തിലാണെങ്കിൽ ഇ വി നിങ്ങൾക്ക് പണം ലാഭിക്കുകയും മികച്ച ഡ്രൈവിംഗ് അനുഭവം നൽകുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ സ്ഥിരമായി ദൂരയാത്രകൾ ചെയ്യുകയാണെങ്കിൽ പെട്രോൾ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്.